ഡാൻസ് കളിച്ചാൽ മഴ പെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങളും കളിച്ചേനെ. അതുകൊണ്ട് ഈ സ്വാമിജി പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ പ്രായമുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു, സ്വാമിജി ഇനി ഞങ്ങളുടെ ഗ്രാമം വിട്ടുപോകരുത്, ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ താമസിക്കാൻ പറഞ്ഞു സ്വാമിജിയെ അവിടെ തന്നെ താമസിപ്പിച്ചു. നാളെ കുറേ കടന്നുപോയി. വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ വീണ്ടും പഴയ പോലെ വെള്ളം കിട്ടാതെയായി, മഴ പെയ്യാതെയായി. അങ്ങനെ കുറേ ആയപ്പോൾ ഈ യുവാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനും വരാം. അങ്ങനെ യുവാക്കളും സ്വാമിയും കൂടി അതേ ജംഗ്ഷനിൽ പോയി നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. കുറേ ഡാൻസ് കളിച്ചു. ഒരു ദിവസം മുഴുവൻ ഡാൻസ് കളിച്ചപ്പോൾ യുവാക്കൾ യുവതികളെല്ലാവരും മടുത്ത്, അവരെല്ലാവരും ക്ഷീണിച്ച് ഡാൻസ് മതിയാക്കി. സ്വാമി വീണ്ടും കളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗുരുജി വീണ്ടും ഒരു 10-10.5 മണിക്കൂർ കൂടി കളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്തു. വീണ്ടും ആ ഗ്രാമം തളർത്തു, പൂത്തു. അപ്പോൾ ആ യുവാക്കൾ അദ്ദേഹത്തിന് ചെന്ന് പറഞ്ഞു, സ്വാമിജി ക്ഷമിക്കണം, ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ ഡാൻസ് കളിച്ചാലും മഴ പെയ്യുമെന്നാണ്, പക്ഷേ ഗുരുജി ഡാൻസ് കളിച്ചാലേ മഴ പെയ്യൂ എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഞാൻ ഡാൻസ് കളിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ഡാൻസ് കളിച്ചത് മടുക്കുവോളമാണ്, ഞാൻ ഡാൻസ് കളിച്ചത് മഴ പെയ്യുവോളമാണ്. അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഡാൻസ് തുടങ്ങാം. നിങ്ങൾ മടുക്കുവോളം ഡാൻസ് കളിക്കാനാണെങ്കിൽ ആ പണിക്ക് പോകരുത്. അതല്ല, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ മഴ പെയ്യിച്ചേ അടങ്ങൂ എന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രാമത്തിൽ പൂക്കാനും തളിർക്കാനും ആവൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.